ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നാട്ടിലെത്തിയിട്ടുള്ള ഫസ്റ്റ് മാരേജ് ഫംഗ്ഷനാണ് എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ. അപ്പോൾ നമ്മളിത് വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി, കാരണം ചെക്കൻ ടീംസൊക്കെ നേരത്തെ വരുന്നുണ്ട്. നിൽക്കാതെ നമ്മുടെ അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഇതാ നമ്മൾ ഹോളിലെത്തി വെൽക്കം ഡ്രിങ്കും സ്നാക്സ് ലൈക്ക് നഗറ്റ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിച്ച് ഞാനപ്പോൾ അതൊന്നും വീഡിയോ എടുത്തില്ല, കാരണം അവിടെ ഭയങ്കര തിരക്കായിരുന്നു. എന്നിട്ട് ഇതാ നമ്മൾ ഹോളിലോട്ട് കയറി പിന്നെ നിക്കാഹ് സ്റ്റാർട്ട് ചെയ്തു. അതും കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, സ്പീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കൈയിട്ട് വാരി കഴിച്ചു. അങ്ങനെ പിന്നെ നമ്മുടെ മുൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അബ്ദുൾ റബ്ബ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും കുറച്ച് തിരക്കായിരുന്നു, അവിടെ ആളാണത്. പിന്നെ എന്താ പറയുക, പെണ്ണ് വരുന്ന പുതുപെണ്ണ് വരുന്ന എൻട്രിയാണ്. അപ്പോൾ അവർ മീറ്റ് ചെയ്ത് സ്റ്റേജിൽ വെച്ചിട്ട് പിന്നെ സൂഫി ഡാൻസ്, അറബിക് ഡാൻസ്, പട്രുമാൾ ടീംസിൻ്റെ പ്രോഗ്രാംസ്, അതായത് പാട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പുറത്ത് താമസിക്കുന്നവർക്ക് നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ പരിപാടിയാണെങ്കിലും നമ്മളത് മാക്സിമം എൻജോയ് ചെയ്യും. അപ്പോൾ പിന്നെ ഒരു കല്യാണം ആയാലും പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഞാനിത് വീഡിയോ എടുക്കാനുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും പിന്നെയൊക്കെ കാണാം, ഇവിടെ നാട്ടിൽ പോയാലും കാണാം, അതാണ് മെയിൻ ഒരു ഉദ്ദേശം കേട്ടോ. അത് നല്ലൊരു ഭയങ്കര ഒരു ഫീലാണല്ലോ അങ്ങനെ. അപ്പോൾ അതിനിടയിൽ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ചൊക്കെ നമ്മൾ കഴിച്ചു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കേക്ക് കട്ടിങ്, ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം എപ്പോഴും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ചൊക്കെ എടുത്തു. ഇതൊക്കെ ഭയങ്കര രസമുള്ള ഡാൻസാണ് ശരിക്കും. അറബിക് ഡാൻസ്, ഇവരെ ഡ്രസ്സിങ്ങും ഇവരുടെ ആ ഒരു തീം കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ അതിനിടയിൽ അവർ പട്രുമാൾ ടീംസിൻ്റെ പാട്ടും കയറുന്നുണ്ടായിരുന്നു, ഡാൻസ് അങ്ങനെ മിക്സ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഇത് പട്രുമാളിൻ്റെ സുർമി എന്ന് പറഞ്ഞ സിംഗറാണ്. പിന്നെ നവാസ് എന്ന് പറഞ്ഞ സിംഗറുണ്ട്. അതെനിക്ക് പട്രുമാലിലാണോ വേറെ എന്താണെന്ന് അറിയില്ല. അപ്പോൾ പക്ഷെ ആളറിയാം, ഏത് ചാനലാണെന്നുള്ളത് അറിയില്ല. പിന്നെ ഇത് അവളുടെ ഫ്രണ്ട്സാണ്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു വൈബ് തന്നെയായിരുന്നു അവളുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ നവാസ് എന്ന് പറഞ്ഞ സിംഗർ, അറിയുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഫ്രണ്ട്സിൻ്റെ കാര്യം പിന്നെ എടുത്ത് പറയുകയാണ്, കാരണം അവർ ഭയങ്കര ചില്ലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ശരിക്കും ഒരു എൻ്റർടൈനിങ് ആയിരുന്നു. പിന്നെ ഇവരുടെ പാട്ടും അപ്പുറത്ത് സൂഫി ഡാൻസും എല്ലാം കൂടി ശരിക്കും നല്ല വൈബായിരുന്നു കേട്ടോ കല്യാണം. നമുക്ക് ഏതൊരു കല്യാണം അങ്ങനെയാണല്ലോ അപ്പോൾ ഈ നവാസ് എന്ന് പറഞ്ഞ സിംഗർ നമ്മളുടെ അടുത്ത് വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. പാട്ടിനിടയ്ക്ക് ഡാൻസ് ചെയ്യാൻ പറയലും ക്ലാപ്പ് ചെയ്യാനും പാട്ട് പാടാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ടൈമിൽ പെണ്ണും ചെക്കനും ഫുഡ് കഴിക്കാൻ പോയിക്കുകയാണ്, അതുകൊണ്ടാണ് സ്റ്റേജിൽ അവരെ കാണാത്തത്. പിന്നെ നമുക്ക് അവിടുത്തെ ഫംഗ്ഷൻ അന്നത്തോടെ കഴിയും. പിന്നെ പിറ്റേന്നാണ് നമ്മുടെ ചെക്കൻ്റെ വീട്ടിലെ ഫംഗ്ഷൻ. അപ്പോൾ ഇത് ഇത്രയൊരു ഫംഗ്ഷനേ ഉള്ളൂ. ഫുഡ് കഴിക്കുക, കുറച്ച് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ, കേക്ക് കട്ടിങ് അങ്ങനത്തെ ഒരു സംഭവമുള്ളൂ. ആ ചെക്കൻ്റെ വീട്ടിൽ പോണ പരിപാടി അന്നില്ല, പിറ്റേന്നാണ് പിന്നെ അവരെ വീട്ടിലത്തെ ഫംഗ്ഷൻ. ഞാൻ പറഞ്ഞില്ലേ, അവർ ഈ സിംഗർ നവാസ് എന്ന് പറഞ്ഞ സിംഗർ വന്ന് നമ്മളെ വിളിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതാണ് ഇപ്പോൾ കണ്ടത്. നല്ല രസമായിട്ടുണ്ടാവും, ഫ്രണ്ട്സും സംഭവമൊക്കെ ആയിട്ട്. അവർ ഭയങ്കര ഡാൻസായിരുന്നു, ശരിക്കും ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടായിരുന്നു അവരുടെ ഡാൻസിന്. അപ്പോൾ ഇത്രയും ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.